കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മ്യാൻമറിൽ വമ്പൻ ഭൂചലനങ്ങൾ ഉണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. 15 ഭൂകമ്പങ്ങളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ, അതായത് കഴിഞ്ഞ ഒരു ദിവസത്തിൽ മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ പ്രകമ്പനം കാരണം ചുറ്റുമുള്ള 5 രാജ്യങ്ങളിലാണ് അത് ബാധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഞെട്ടലോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പല ആൾക്കാരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ അവിടെയുണ്ടായ ഭൂചലനം, അതായത് വലിയ ബഹുനില കെട്ടിടങ്ങളെല്ലാം തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10,000 പേർ മരിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കൻ ഏജൻസികൾ പുറത്തുവിടുന്നത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മരണം 1000 മാത്രമായിട്ടാണ് ഔദ്യോഗികമായി കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ആ ഒരു ദൃശ്യം കണ്ടതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം. വലിയ ഒരു സ്വിമ്മിംഗ് പൂള്, അത് പൂർണ്ണമായും ആ സ്വിമ്മിംഗ് പൂള് കുലുങ്ങി വെള്ളമെല്ലാം തന്നെ പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. ഞെട്ടിക്കുന്ന ദൃശ്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കണ്ട ശേഷം തിരിച്ചു വരാം. മ്യാൻമറിൽ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായ ശക്തമായ ഭൂചലനങ്ങളിൽ 5-ലധികം രാജ്യങ്ങളാണ് ഇപ്പോൾ കുലുങ്ങിയിരിക്കുന്നത്. ഭൂകമ്പം ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് മ്യാൻമറിലും തായ്ലൻഡിലും ബാങ്കോക്കിലുമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തലസ്ഥാനമായ ബാങ്കോക്കിൽ 100 കണക്കിന് ബഹുനില കെട്ടിടങ്ങളാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് തരിപ്പണമായത്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂകമ്പം വളരെ ശക്തമായതിനാൽ ആളുകൾ പരിഭ്രാന്തരായി, അരാജകത്വവും ഉണ്ടായി എന്നറിയാൻ സാധിക്കുന്നു. മ്യാൻമർ തായ്ലൻഡ് മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെടുക്കുമ്പോൾ മരണസംഖ്യ 1000 കവിഞ്ഞു ഔദ്യോഗികമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പരിക്കേറ്റവരുടെ എണ്ണം 5000-ലേറെയായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മരണസംഖ്യ എത്രയാണെന്ന് കണക്ക് കൂട്ടാൻ കഴിയാത്തൊരു സാഹചര്യം ആ രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നു. വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയാതെ നിർവാഹമില്ല. ഇതിനു പുറമെ ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, തായ്വാൻ എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് ആളുകളെ പരിഭ്രാന്തരായി തുറസ്സായ സ്ഥലങ്ങളിലേക്ക് ഓടാൻ പ്രേരിപ്പിച്ചു. ഇന്ന് രാവിലെ 4.7 കൂടുതൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അഫ്ഗാനിസ്ഥാനിലും ഉണ്ടായി. അതും ഭീതി പരത്തി. ഭൂകമ്പത്തിൻ്റെ തീവ്രത മരണസംഖ്യയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂകമ്പബാധിത രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വന്ന ചിത്രങ്ങളും വീഡിയോകളും ശരിക്കും ഭയാനകമാണ്. ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ, പാലങ്ങൾ, വീടുകൾ എന്നിവ തകർന്നു. എണ്ണമറ്റ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. മരണസംഖ്യ ഇനിയും ഉയരാൻ വളരെ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജാഗ്രതയാണ് ഇപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഭൂകമ്പത്തിന് അതായത് ആദ്യത്തെ ഭൂകമ്പത്തിന് മിനിറ്റുകൾക്ക് ശേഷം 6.4 തീവ്രത രേഖപ്പെടുത്തിയ തുടർ ചലനങ്ങൾ അനുഭവപ്പെട്ടു. അങ്ങനെ 50 മിനിറ്റിനുള്ളിൽ മ്യാൻമറിൽ 3 വലിയ ഭൂകമ്പങ്ങളാണ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തുടർ ചലനങ്ങളുടെ തീവ്രത കുറഞ്ഞു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. തലസ്ഥാനമായ നെയ്പിഡാവിൽ 100 കണക്കിന് കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് അധികൃതർ പറയുന്നത്. മ്യാൻമറിന്റെ തലസ്ഥാനമായ നെയ്പിഡാവ്, മണ്ടേല എന്നിവയുൾപ്പെടെ രാജ്യത്തെ 6 പ്രവിശ്യകളിൽ സൈനിക ഭരണാധികാരികൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മ്യാൻമറിലെ ഏറ്റവും വലിയ നഗരമായ യാങ്കോണിലും ഭൂകമ്പം അനുഭവപ്പെട്ടെങ്കിലും ആളപായമോ പരിക്കുകളോ സ്വത്ത് നാശനഷ്ടമോ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉടനെ തന്നെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും മ്യാൻമറിലെ സൈന്യത്തിന്റെ പ്രസ്താവന
ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പം വളരെ ശക്തമായിരുന്നുവെന്നും അതിൻ്റെ ഫലങ്ങൾ പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് ചൈന വരെ അനുഭവപ്പെട്ടെന്നും ഭൂകമ്പത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പുറത്തിറക്കിക്കൊണ്ട് മ്യാൻമറിലെ സൈനിക ഭരണകൂടം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. കംബോഡിയയിലും ലാവോസിലും അതിൻ്റെ പിടിയിലമർന്നു. ഇതോടെ മരണസംഖ്യ 1000-ലധികമായി ഉയർന്നതായി സൈനിക ഭരണകൂടം ഇപ്പോൾ വിലയിരുത്തുകയാണ്. എന്തുതന്നെയായിരുന്നാലും തായ്ലൻഡിലെ ബാങ്കോക്കിൽ മരിച്ചവരുടെ എണ്ണം 10 ആണെങ്കിലും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടം തകർന്ന് 100 കണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും അതിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മണ്ണിലടിയിലായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ അവിടെയും മരണസംഖ്യ ഉയർന്നേക്കാം. മ്യാൻമർ വർഷങ്ങളായി ആഭ്യന്തര യുദ്ധത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പല പ്രവിശ്യകളിലെയും സഹായം എങ്ങനെ എത്തിക്കണം എന്ന് പോലും അവിടെയുള്ള ഭരണകൂടത്തിന് വ്യക്തമല്ല. ഭൂകമ്പത്തെ തുടർന്ന് വൈദ്യുതി തൂണുകൾ തകർന്നതിനാൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. റെഡ് ക്രോസ് അറിയിച്ചു വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതായി. കൂടാതെ പല സ്ഥലങ്ങളിലും റോഡുകൾ തകർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിഘാതം മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. മറുവശത്ത് ബാങ്കോക്കിലാണെങ്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടം ചീട്ട് കൊട്ടാരം പോലെയാണ് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണത്. നിരവധി തൊഴിലാളികൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി ഇപ്പോഴും ഭയപ്പെടുന്നു. 3 തൊഴിലാളികൾ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 90-ലധികം പേരെ കാണാതായതായാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഫുംതം വെച്ചായാച്ചി പറഞ്ഞിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഭൂകമ്പങ്ങളിൽ 10,000-നും 1,00,000-നും ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് എഡിൻബർഗ് സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ജിയോ സയൻസിലെ സീസ്മോളജി ആൻഡ് റോക്ക് ഫിസിക്സിലെ പേഴ്സണൽ ചെയർ പ്രൊഫസർ ഇയാൻ മാൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, മണ്ഡലയിലെ പള്ളി തകർന്നു. ഈ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ 20-ലധികം പേർ മരിച്ചു. ഇതിനു പുറമെ മറ്റു 2 പള്ളികളും 90 വർഷം പഴക്കമുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള ആവാപ്പാലയവും തകർന്നു വീണതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ദുരന്തമാണ് മ്യാൻമറിലും തായ്ലൻഡിലും ചുറ്റുമുള്ള 5 രാജ്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന മണിക്കൂറിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.